if you obey and serve the Lord, they shall spend their days in prosperity. മനസ്സിലായോ? പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? നീ അനുസരണത്തോടെ ദൈവത്തെ സേവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുമെന്ന്. അനുസരണം ഒരു വലിയ ഘടകമാണ്. അനുസരണം ആവശ്യമാണ്. അനുസരണത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ, അനുസരണത്തോടെ ദൈവത്തിന്റെ വേല ചെയ്താൽ നിന്റെ സംവത്സരത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, ആനന്ദം ഉണ്ടാകും. അപ്പം വൈസ് വർസ, സെയിം മാനർ. ഇതില്ലെങ്കിൽ എന്തുവാ കുറവ്? അനുസരണമില്ല. അല്ലേ? ദൈവ ശബ്ദത്തെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ വഹിക്കാൻ തയ്യാറാകണം. അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. ദൈവ സന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകണം. ദൈവ വചനം വായിക്കാൻ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ പ്രോസ്പർ ആകാനും നിങ്ങളെ സന്തോഷത്തിനെ തടയാനും ആർക്കും പറ്റത്തില്ല. കമോൺ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇത് വചനമാണ് കേട്ടോ. What he said he will do it. Amen. അതുപോലെ വിശ്വസിക്കുന്നു. What he said God will do that.